നമസ്കാരം, ഞാൻ അമ്മു ഓസിയപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യ ആൻഡ് ആഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഇന്ന് തൃശ്ശൂര് നടന്ന ഭരതനാട്യത്തിന്റെ കോമ്പറ്റീഷൻ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. 24 കണ്ടസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. 24 പേരുടെ ഭരതനാട്യം ഇനം കണ്ടു. കുട്ടികൾ അത്യാവശ്യം കളിച്ചു, നന്നായിട്ട് കളിച്ചു. അവരെ പഠിപ്പിച്ച രീതിയിൽ, അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായി തന്നെ 24 പേരും കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നൃത്തത്തിന് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നൃത്തം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡം, ഒരു കൊറിയോഗ്രാഫറിന് ഒരു ഫ്രീഡം ഉണ്ട് അത് കൊറിയോഗ്രഫി ചെയ്യാനായിട്ട്. അപ്പൊ അത് ഏത് പാറ്റേണിൽ വേണമെങ്കിലും അതിനെ കൊറിയോഗ്രഫി ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് പല തരത്തിലുള്ള കൊറിയോഗ്രഫീസ് കണ്ടിരുന്നു. അത് തെറ്റില്ലാണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് കുട്ടികൾ കളിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിച്ചതുപോലെ അവര് കളിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അസാധ്യമായി ഒരു ഇനം അല്ലെങ്കിൽ ഒരു 2 ഇനം അല്ലെങ്കിൽ ഒരു 3 ഇനം അങ്ങനെ അസാധ്യമായി തിരിഞ്ഞു മാറി നിൽക്കുക. നമ്മൾ ചില മത്സരം കാണാൻ പോയിട്ട് ചിലത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. ചില നൃത്തം എത്ര കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു നൃത്തം ഇങ്ങനെ മനസ്സിൽ ഉണ്ടാകും. അത് തിരിഞ്ഞു മാറി നിൽക്കുക എന്ന് പറയുന്നത് പോലെ ഒരു അസാധ്യമായി എന്ന് തോന്നുന്ന ചില പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് സത്യം പറഞ്ഞ എനിക്ക് അങ്ങനെ ഒന്ന് ഇന്ന് ഞാൻ കണ്ടില്ല. ഒരു അസാധ്യ പെർഫോമൻസ് കണ്ടില്ല എന്ന് വെച്ച് കുട്ടികൾ മോശമായി കളിച്ചു എന്നല്ല അർത്ഥം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മുൻപ് എറണാകുളം ജില്ലാ മത്സരം കാണാൻ പോയപ്പോ കൂടിയും എനിക്ക് തിരിഞ്ഞു മാറി നിൽക്കുന്ന പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നു. എന്റെ മനസ്സിൽ ഇന്നും ഞാൻ ആ കണ്ട ഒരു 2-3 പെർഫോമൻസ് ഇന്നും ഈ നിമിഷവും ഈ സ്റ്റേറ്റിലെ 24 പേരുടെ കോമ്പറ്റീഷൻ കണ്ട് തിരിച്ചു വന്നിട്ട് കൂടിയും ഇന്നും എനിക്ക് ആ ജില്ലാ കോമ്പറ്റീഷനിൽ കണ്ട ഭരതനാട്യം എന്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. അങ്ങനെ തിരിഞ്ഞു മാറിയുള്ള ഒരു ഇനം ഞാൻ ഇന്ന് കണ്ടില്ല. നമുക്കിപ്പോ ഒരു പ്രൈസ്, അപ്പൊ നിങ്ങൾ ചോദിക്കും, അമ്മു പ്രൈസ് ഇട്ടാൽ ഏത് ചെസ് നമ്പർ കൊടുക്കും, ഏത് ചെസ് നമ്പറിന് കൊടുക്കും എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, 24 ഫസ്റ്റ് കൊടുക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിപ്പോ ഇന്നൊരു കമ്പ്യൂട്ടർ ആണ് ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ ആണ് ജഡ്ജ്മെന്റ് നടത്തുന്നതെങ്കിൽ മേ ബി ഞാൻ ഈ പറഞ്ഞതുപോലെ 24 ഫസ്റ്റ് ആയിരിക്കും. 1-2 കുട്ടികളുടെ ഇനത്തിന്റെ ഒരു വ്യത്യാസം കാരണം നമുക്ക് കേട്ടപ്പോ അത് അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. ചില ജതിയൊക്കെ നമുക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട്, എൻ്റെ ഒരു രീതിയിൽ എനിക്കൊരു കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ചില ജതികൾ ഉണ്ടായിരുന്നു. 1-2 ഇനങ്ങൾ അങ്ങനെ തോന്നി, 1-2 ഇനം മാത്രമേ ഉള്ളൂ. ബാക്കി വിട്ടാൽ എല്ലാം തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞത് തന്നെയാണ് ഉത്തരം. ഇതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കലോത്സവം നടത്തുന്നത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാര്യം ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിലൊരു വിജയി വേണ്ടേ? അതല്ലേ ശരി? ഒരു മത്സരമാകുമ്പോൾ ഒരു വിജയി വേണം. 1, 2, 3 സ്ഥാനങ്ങൾ വേണം. അത് ആ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പൊസിഷൻ തന്നെയാണ്, അത് വേണ്ടത് തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ആകുമ്പോഴാണ് അങ്ങനെ ഒരു 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഇങ്ങനെ ഒരു പൊസിഷൻസ് ഉണ്ടാകുമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് ഇപ്പൊ ഈ കളിക്കുന്ന 24 പേരുടെ പെർഫോമൻസിലും കുറേം കൂടി വ്യത്യാസം വന്നേനെ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ജില്ലാ കലോത്സവത്തിൽ കണ്ട അത്രയും പെർഫോമൻസ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റേറ്റ് കലോത്സവത്തില് ഒരു പക്ഷെ ഭരതനാട്യത്തിന്റെ കാര്യത്തില് ഉണ്ടായി കാണില്ല. അതിനുള്ളൊരു കാരണം, ജില്ലാ കലോത്സവത്തില് അവിടെ നിന്ന് എലിജിബിൾ ആവുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്, വേണം സ്റ്റേറ്റിലേക്ക് പോവാൻ. അപ്പൊ അടുത്ത ലെവലിലേക്ക് കിട്ടാനായിട്ട് ആ ഒരു പൊസിഷൻ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീപാറുന്ന കോമ്പറ്റീഷൻ നമ്മൾ കാണും. അങ്ങനെ ഒന്ന് ഇന്നൊരു പാർട്ടിസിപ്പേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുന്നത് കലകളുടെ ഒരു ഉത്സവം, മത്സരം എന്ന് പറയരുത്. 24 പേര് കളിച്ചു, ഒരു പാർട്ടിസിപ്പേഷൻ പോലെ എല്ലാവരും കളിച്ചു ഇറങ്ങി, അത്രയേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ പൊസിഷൻസ് ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം ഇപ്പോ കലാതിലകം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ മാറ്റിക്കളഞ്ഞു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാറ്റിക്കളഞ്ഞു. ഇതിന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ മാറ്റാനുള്ള ഒരു കാരണം അതിന്റെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കുട്ടികളിൽ ഒരു
ഒരു സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ ഒരു പിരിമുറുക്കം, ഒരു വിഷമം, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുത്ത ആ സ്ഥാനങ്ങൾ കിട്ടാതെ പോകുന്ന കുട്ടികളിൽ വലിയൊരു സങ്കടം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, സ്കൂളിൽ നിന്ന് ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നുള്ളൂ സബ് ജില്ലയിലേക്ക്, അവിടെ നിന്നും ഒരാളെയാണ് തെരഞ്ഞെടുക്കുന്നുള്ളൂ ജില്ലാ മത്സരത്തില്, അവിടെ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കുന്നുള്ളൂ സ്റ്റേറ്റിലേക്ക്. ഈ സ്റ്റേറ്റിൽ വരുമ്പോൾ മാത്രം ഈ ഗ്രേഡിംഗ് സിസ്റ്റം വെച്ചത് കൊണ്ട് ഈ കടന്നു വന്ന 3 ഘട്ടങ്ങളിലും കൂടെ മത്സരിച്ച കുട്ടികൾക്കൊന്നും വിഷമം ഉണ്ടാവില്ലേ? അപ്പോഴും ഒരാളെയല്ലേ തെരഞ്ഞെടുക്കുന്നുള്ളൂ, എല്ലാവരും തെരഞ്ഞെടുക്കുന്നില്ലല്ലോ. അപ്പൊ കുട്ടികളുടെ മെന്റൽ ട്രോമയാണ് പരിഗണിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ കലോത്സവം സ്കൂൾ ലെവലിൽ മാത്രം നടത്തുക. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതിന് മാത്രം ലക്ഷങ്ങളുടെ ഒരു നഷ്ടം പാരന്റ്സിന് ഉണ്ടാവില്ല. പല പല ഡ്രസ്സുകൾ എടുക്കണ്ട, പല ഓർണമെന്റ്സ് എടുക്കണ്ട, ഇത്രയും സ്റ്റേജുകളിലുള്ള മേക്കപ്പ് കോസ്റ്റ്, റെന്റ്, ഇതെല്ലാം തന്നെ ഒഴിവാക്കാം. അപ്പൊ സ്കൂൾ കലോത്സവം സ്കൂൾ ലെവലിൽ മാത്രം നിൽക്കട്ടെ, അത് അവിടെ കൊണ്ട് തീരട്ടെ എന്ന് വിചാരിക്കണം. കുട്ടികളിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകും എന്നാണ് പറയുന്നതെങ്കിൽ അല്ല, മത്സരം ഇങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോകുന്ന സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് തലം വരെ വേണം എന്നാണെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ കലാതിലകവും ഫസ്റ്റും സെക്കൻഡും തേർഡ് ഈ പൊസിഷൻസ് ഒക്കെ എടുത്ത് കളഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒരു ജില്ലയ്ക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം മാറ്റാത്തത്? അപ്പൊ മറ്റു ജില്ലക്കാർക്കൊന്നും മെന്റൽ ട്രോമ വരില്ലേ? അപ്പൊ അത് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടല്ലോ. ആ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ സ്വർണ്ണ കപ്പ് എന്ന് പറയുന്ന അത് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മാറ്റിയ സ്ഥിതിക്ക് അതും മാറ്റിക്കൂടെ? അപ്പോ ഇതിനേക്കാളൊക്കെ നല്ലത് സ്റ്റേറ്റില് ഫസ്റ്റും സെക്കൻഡും തേർഡും അനൗൺസ് ചെയ്യുക. അത് അനൗൺസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് സെക്കൻഡ് ആ വിൻ ചെയ്യുന്ന കുട്ടികളെ ഗവൺമെന്റ് നടത്തുന്ന ഒരു കലോത്സവമാണ്. ഈ ഗവൺമെന്റിന് എത്രയോ കൾച്ചറൽ ഇവന്റ്സ് ഉണ്ട്. ആ കൾച്ചറൽ ഇവന്റ്സ് വരുമ്പോൾ ഈ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഉടനെ നമ്മൾ സെലിബ്രിറ്റീസിനോട് എന്തിനാണ് അവരോട് പ്രോഗ്രാം ചെയ്യാൻ പറയുന്നത്? അവരെന്തായാലും അവർക്ക് ഇഷ്ടം പോലെ ഇനാഗ്രൽ സെറമണീസ് ഉണ്ട്, അവർക്ക് ഒത്തിരിയേറെ എബ്രോഡ് പ്രോഗ്രാംസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാമുകളിൽ സ്റ്റേറ്റ് തലത്തിൽ വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ ഒക്കെ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ഡാൻസ് ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, മോണാക്ട് ആയിക്കോട്ടെ, എന്തും, ഓട്ടംതുള്ളൽ, കഥകളി, ഏതിനാ വേണ്ടത്? ഏതിനും ഉണ്ട്. ഇതെല്ലാം മത്സരത്തിലുണ്ട്. ദഫ്മുട്ടുണ്ട്, ഒപ്പനയുണ്ട്, തിരുവാതിരയുണ്ട്, മാർഗംകളിയുണ്ട്. ഇല്ലാത്ത ഇനങ്ങളൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ കൾച്ചറൽ പ്രോഗ്രാംസിൽ ഈ കുട്ടികൾക്ക് പ്രോഗ്രാം കൊടുത്തുകൂടി. അവിടെ ഈ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോ അപ്പൊ പിന്നെ കലോത്സവം നടത്തുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് മറ്റൊരു മറുപടി, മറ്റൊരു ഉത്തരമായി കുട്ടികൾക്ക് കുറച്ച് വേദികൾ ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് തന്നെ കിട്ടും എന്ന് പറയുന്നത് ഒരു വലിയൊരു തീരുമാനം തന്നെയായിരിക്കും ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പൊ പ്രവേശനോത്സവം വരും, ഉടനെ സെലിബ്രിറ്റീസിനെ ഒക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാണ്ട് ഈ കലോത്സവത്തിന്റെ വിന്നേഴ്സിനെ അത് ഈ പല ഇവന്റ്സിനെ ചേർത്ത് വെച്ചാൽ കൂടിയും അതൊരു വലിയ ഇവന്റ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇപ്പോ തിരുവാതിര എത്രയോ ഇവന്റ്സ് ഉണ്ട്, അതെല്ലാം ചേർത്ത് നോക്കിയേ എത്ര മണിക്കൂറിന്റെ പ്രോഗ്രാം വേണം. അപ്പൊ ഇത്രയും നാള് കഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടികൾക്കും ഒരു അവസരവും കിട്ടും. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത്രയേറെ വാല്യൂ ആയിട്ടുള്ള, ഇത്രയും ഏറെ ഒതന്റിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രസന്റ് ചെയ്യിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. അത് ചെറിയ കുട്ടികൾ, ഇപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നടത്തുന്ന പ്രോഗ്രാംസിലൊക്കെ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ നമ്മളുടെ കുട്ടികളാണ് ഇവന്റ്സ് പ്രസന്റ് ചെയ്യണമെങ്കിൽ അവര് വരെ അത്ഭുതപ്പെടും. ഇത്രയും ചെറിയ കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു റേഞ്ച് കണ്ടാൽ അത് അസാധ്യമായിട്ട് അവര് ചെയ്യുന്നതും അവരെ പഠിപ്പിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്റ്റേറ്റ് തലത്തിൽ പൊസിഷൻസ് അനൗൺസ് ചെയ്ത് കുട്ടികൾക്ക് ഗവൺമെന്റ് തന്നെ പ്രോഗ്രാംസിന് അവസരം കൊടുക്കും. അതൊരു പ്രചോദനമാണ്. നാളെ ഒരിക്കൽ അവരൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുമ്പോ അവരെ അഭിമാനപൂർവ്വം പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെന്റ് തന്നെ വെന്യൂസ് തന്നിരുന്നു, സ്റ്റേജ് തന്നിരുന്നു, ഞങ്ങൾ അതിൽ നിന്നുമാണ് ഈ ലെവലിലേക്ക് എത്തിയത് എന്ന് പറയാൻ അവർക്ക് ഓർമ്മിക്കാനും അവരുടെ കരിയറിലേക്കും ഒക്കെ തന്നെ ഒരു പ്രചോദനമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് സ്റ്റേറ്റ് തലത്തിൽ നല്ല തീ പാറുന്ന ഒരു കോമ്പറ്റീഷൻ വരണോ, കോമ്പറ്റീഷൻ പണ്ടത്തെ പോലെ നമുക്ക് കാണാൻ പറ്റണോ, ഉറപ്പായിട്ടും അതിന് പൊസിഷൻസ് അവിടെ വെച്ച് തന്നെ അനൗൺസ് ചെയ്യണം. ഒരു മത്സരം കഴിയുമ്പോൾ അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗ്രേഡുകൾ ഇതെല്ലാം തന്നെ പറയുന്നതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ഇത് ഗവൺമെന്റ് ഒന്ന് പരിഗണിച്ച്
വരും കാലത്തെങ്കിലും ഒന്നല്ലെങ്കിൽ പ്രോഗ്രാം ഇങ്ങനെ ഒന്ന് മാറ്റി പ്രൈസുകളൊക്കെ കൊടുത്ത് ഇതുപോലെ ആക്കുക. അല്ല, കുട്ടികളെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല. അവർക്ക് ഒരു പഠനത്തിന്റെ കൂടെ ഒരു എൻജോയ്മെന്റ് മാത്രമാണ് ആർട്സും കൊണ്ട് നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ സ്കൂൾ കോമ്പറ്റീഷൻ സ്കൂൾ ലെവലിൽ മാത്രം നടത്തി ബാക്കി സബ് ജില്ല, ജില്ലാ, സ്റ്റേറ്റ് തലത്തിലേക്കൊന്നും ഇത് കൊണ്ടുപോവാതെ പാരന്റ്സിന്റെ കാശെങ്കിലും അവരുടെ കയ്യിൽ ഇരിക്കട്ടെ. അതൊന്നും നഷ്ടമാകുന്നത് ഇപ്പൊ അപ്പീലിന് വേണ്ടിയിട്ടും ഐറ്റം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഓർണമെന്റ്സിന് വേണ്ടിയിട്ടും മേക്കപ്പിന് വേണ്ടിയിട്ടും നിസ്സാര കാശൊന്നുമല്ല അവരുടെ പോകുന്നത്. അപ്പോ ഒന്നല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ ലെവലിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൊടുത്ത് ഒരു നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ മുൻപോട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.